നല്ലപോലെ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് ഒരു ചൂട് കാപ്പി കുടിച്ചാൽ കിട്ടുന്ന സുഖം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതുവരെ ഉണ്ടായിരുന്ന ഉറക്കപ്പിച്ചു പോകാനും നമ്മുടെ പഴയ ഉന്മേഷം നമുക്ക് തിരിച്ചു കിട്ടാനും സഹായിക്കുന്ന കാപ്പി ഉണ്ടാക്കുന്ന ഈ വലിയ മാജിക്കിന് പുറകിലെ രഹസ്യമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാപ്പിയിൽ അടങ്ങുന്ന കഫീൻ എന്ന ഘടകമാണ് നമ്മുടെ ഉറക്കം മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത്. കഫീൻ എന്നത് ഒരു CNS സ്റ്റിമുലന്റ് ആണ്. അതായത് നമ്മുടെ തലച്ചോറിനകത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ കൂട്ടാൻ ഈ കഫീൻ എന്ന ഘടകം നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ തലച്ചോറിനകത്തുള്ള പലതരം റിസപ്റ്റേഴ്സിൽ ഒന്നാണ് അഡിനോസിൻ ബൈൻഡിംഗ് റിസപ്റ്റർ. അഡിനോസിൻ ബൈൻഡിംഗ് റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്നത് അഡിനോസിൻ എന്ന രാസവസ്തുവാണ്. അഡിനോസിൻ ഉറക്കമുണ്ടാക്കുന്ന ഒരു സ്ലീപ്പ് ഇൻഡ്യൂസിങ് മോളിക്യൂളാണ്. നാം ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്ത് ഈ അഡിനോസിൻ ചെന്ന് ബൈൻഡ് ചെയ്യുകയും നമുക്ക് ഉറക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സമയത്ത് നമ്മളൊരു കാപ്പി കുടിക്കുമ്പോൾ നമ്മുടെ കാപ്പിയിൽ അടങ്ങുന്ന കഫീൻ തലച്ചോറിനകത്തേക്ക് പ്രവേശിക്കുകയും മേൽപ്പറഞ്ഞ അഡിനോസിനുമായി സ്ട്രക്ചറലി ഒരേപോലെ ഇരിക്കുന്ന ഈ കഫീൻ അഡിനോസിനെ മാറ്റി നിർത്തുകയും അഡിനോസിൻ ബൈൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് കഫീൻ പോയി ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കഫീൻ അഡിനോസിൻ റിസപ്റ്റേഴ്സുമായി ബൈൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് ഉറക്കം മാറിപ്പോകുന്നത്. പക്ഷേ ഈ പ്രക്രിയ ഒരു പെർമനന്റ് കാര്യമല്ല, ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതായത് കാപ്പി കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ കാപ്പിയുടെ എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിരിക്കുന്ന കഫീൻ്റെ എഫക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഫീൻ ആ റിസപ്റ്റേഴ്സിൽ നിന്ന് പോവുകയും ഇതേ സ്ഥലത്തേക്ക് പഴയ അഡിനോസിൻ തിരിച്ചു വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കാപ്പി കുടിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടുന്നതും അല്പസമയത്തിന് ശേഷം നമ്മൾ പഴയ ഗതിയിലേക്ക് ഉറക്കപ്പിച്ചിലേക്ക് പോകാനുള്ള കാരണവും. തലച്ചോറിനകത്തെ പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കൂട്ടാനും ഒരു പരിധിവരെ കാപ്പിയിൽ അടങ്ങുന്ന കഫീൻ സഹായിക്കുന്നു. അതുവഴി നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടാനും ബ്ലഡ് പമ്പിങ് കൂടാനും എല്ലാം കാരണമാകും. ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഉറക്കം പൂർണ്ണമായി മാറാനുള്ള കാരണം. സാധാരണഗതിയിൽ ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോൾ ഏകദേശം 150 മില്ലിഗ്രാം കഫീനാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. പിന്നീട് ഒരു 6 മണിക്കൂറുകൾക്ക് ശേഷം ഇത് 75 മില്ലിഗ്രാമായി ചുരുങ്ങുകയും പിന്നീടും തുടർന്നുള്ള 6 മണിക്കൂറുകൾക്ക് ശേഷം അതിൻ്റെ പകുതിയായി 37.5 മില്ലിഗ്രാമായി ചുരുങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് കഫീൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരിക. ഈ അളവ് പൂർണ്ണമായി കുറയുമ്പോഴാണ് നമുക്ക് അടുത്ത കപ്പ് കാപ്പിയുടെ ആവശ്യം വരിക. നമ്മുടെ ഉറക്കപ്പിച്ചിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കാപ്പി സഹായിക്കുന്നത് ഈ വഴിയിലൂടെയാണ്. വീഡിയോ കാണുന്ന നിങ്ങൾ സ്ഥിരമായി കാപ്പി കുടിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം ആവറേജ് എത്ര കപ്പ് കാപ്പി നിങ്ങൾ കുടിക്കുമെന്നുള്ള രസകരമായ കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക.